പ്രിയപ്പെട്ടവർ, ദ ട്രൂത്ത് ചാനലിൻ്റെ ജാഗ്രത സംരക്ഷണ പരിപാടിയിൽ നമ്മൾ വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ എന്ന പരമ്പരയിലെ 31-ാം എപ്പിസോഡിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. ഇവിടെ നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞു വന്ന കാര്യം തൊഴിലില്ലായ്മ, തൊഴിലവസരങ്ങൾ, അത് വ്യാവസായിക അടിസ്ഥാനത്തിൽ അല്ലെങ്കിൽ സഹകരണാടിസ്ഥാനത്തിൽ അല്ലെങ്കിൽ വ്യക്തിപരമായ എൻ്റർപ്രനേഴ്സ്, സംരംഭകർ, അതൊക്കെ അവരെല്ലാം ഒരു ഉൽപ്പാദനത്തിൻ്റെ അല്ലെങ്കിൽ സംസ്കരണത്തിൻ്റെയും വിതരണത്തിൻ്റെയൊക്കെ മേഖലകളിൽ പ്രവർത്തിക്കുമ്പോൾ ജനങ്ങളുടെ ആവശ്യം നിറവേറ്റുന്നു, ചെറുപ്പക്കാർക്ക് ജോലി കിട്ടുന്നു, നമ്മുടെ സമൂഹം മെച്ചപ്പെടുന്നു. ഇതൊരു ഉദാത്തമായ ഒരു കൺസെപ്റ്റാണ്, ഒരു സംരംഭമാണ്. അപ്പോൾ ഈ നടപ്പിൽ വരുമ്പോൾ അത് ഭാഗികമായിട്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വിഭാഗത്തിന് മാത്രം പ്രയോജനം ചെയ്യുന്ന രീതിയിലോ ചെയ്യുമ്പോഴാണ് നമുക്ക് ഈ പ്രശ്നം ഉണ്ടാകുന്നത്. അപ്പോൾ നിങ്ങൾക്കറിയാം, നമ്മുടെ സംസ്ഥാനത്തിൽ ഏതാണ്ട് നൂറോളം, ഒരുപക്ഷെ അതിലും അധികം ബോർഡുകളും കോർപ്പറേഷനുകളും സ്ഥാപിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പെട്ടെന്ന് നോക്കുമ്പോൾ യുവജന കമ്മീഷൻ, ബാലാവകാശ കമ്മീഷൻ, അതൊക്കെ നിയമപരമായ ഇതുള്ള സ്ഥാപനങ്ങളാണ്. കൂടാതെ വെൽഫെയർ കമ്മീഷൻ, വെൽഫെയർ ബോർഡുകൾ, കിട്ടത്തൊഴിലാളി ബോർഡ്, ക്ഷേമനിധി ബോർഡ്, കള്ള് തൊഴിലാളി ക്ഷേമനിധി ബോർഡ്, മത്സ്യ കച്ചവടക്കാരുടെ ക്ഷേമനിധി ബോർഡ്, ലോട്ടറി കച്ചവടക്കാരുടെ ക്ഷേമനിധി, മദ്യ വ്യവസായ ക്ഷേമനിധി. അപ്പോൾ ഇങ്ങനെ ഒരുപാട് ക്ഷേമനിധികൾ നമ്മൾ പെട്ടെന്ന് നോക്കുമ്പോഴത്തേക്ക് ഇതാ വലിയ ക്ഷേമ കാര്യങ്ങൾ, വെൽഫെയർ ആണെന്ന് പെട്ടെന്ന് തോന്നുമെങ്കിലും ഇതിൻ്റെ അപ്പുറത്തൊരു വലിയൊരു മറയുണ്ട്. ഈ മറയ്ക്കപ്പുറത്ത് നടക്കുന്ന കാര്യങ്ങളാണ് ഈ ബോർഡുകളും ക്ഷേമനിധികളും ഈ സാമ്പത്തിക സൗകര്യങ്ങളും. അപ്പോൾ അവിടെയെല്ലാം നമുക്കറിയാം അതിനെ നിയമപരമായിട്ട് ശരിയാണ്. ഇവിടെ തെങ്ങേറ്റ തൊഴിലാളികൾക്ക് ഒരു ക്ഷേമനിധി ബോർഡ്. അപ്പോൾ ആർക്ക് എതിർക്കാനൊക്കെ വരും. അങ്ങനെ ഒരു ബോർഡിൻ്റെ ആവശ്യം ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉണ്ട്. പക്ഷേ അങ്ങനെയുള്ള പല ബോർഡുകൾ ഒന്ന് ചേർത്തിട്ട് ഒറ്റ ക്ഷേമനിധിയാക്കിയാൽ മതി. കാരണം എല്ലാവരും വ്യത്യസ്തമായ തൊഴിൽ ചെയ്യുന്നവരാണെങ്കിൽ പോലും ആ ദിവസവേതനത്തിൽ കൃത്യമായ വരുമാനമില്ലാതെ ജോലി ചെയ്യുന്നവരാണ്. അപ്പോൾ അവർക്കെല്ലാവർക്കും കൂടി ഇന്നുള്ള 100 ബോർഡുകൾ പകരം 1, 2 അല്ലെങ്കിൽ 10 ബോർഡ് പരമാവധി മതി. 10 ബോർഡിൻ്റെ ആവശ്യമില്ല. കാരണം ഇതിൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത് തൊഴിൽ ചെയ്യുന്നു, അവരുടെ കിട്ടുന്ന വരുമാനമുണ്ട്, അതിലൊരു അംശം അവർ അടയ്ക്കുന്നു, അവർക്ക് വാർദ്ധക്യമാകുമ്പോഴത്തേക്ക് അവർക്കൊരു പെൻഷനോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ക്ഷേമനിധി അവിടെ നിന്ന് കൊടുക്കുന്നു, അവരുടെ കുട്ടികൾക്കൊരു പഠന സഹായം കൊടുക്കുന്നു, അല്ലെങ്കിൽ വിദ്യാഭ്യാസത്തിനുള്ള സൗകര്യങ്ങൾ ഒരുക്കുന്നു. അപ്പോൾ ഇതൊക്കെ ഈ ഓരോന്ന് ചെയ്യുമ്പോഴത്തേക്ക് അതിൻ്റെ ഒരു പ്രശ്നം, ഓരോ ബോർഡിലും ഒരു ചെയർമാൻ ഉണ്ടാവും. ഒരു ചെയർമാന്, ഒരു സെക്രട്ടറി, വൈസ് ചെയർമാൻ, ബോർഡ് അംഗങ്ങൾ. അപ്പോൾ ഇങ്ങനെ വരുമ്പോഴത്തേക്ക് അവരൊരു തൊഴിൽ സാധ്യത ഉണ്ടാക്കുകയാണ്. അതായത് പാർട്ടിയായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നത്. അത് ഞാൻ ഏതെങ്കിലും മാർക്സിസ്റ്റ് പാർട്ടിയെക്കുറിച്ച് പറഞ്ഞത് അവരെ ഏറ്റവും കൂടുതൽ അങ്ങനെയുള്ള മാനിപ്പുലേഷൻസ് നടത്തുന്നതുകൊണ്ടാണ്. അത് കോൺഗ്രസ് പാർട്ടിയുണ്ട്, മുസ്ലിം ലീഗുണ്ട്, BJP ഉണ്ട്, എല്ലാവരും ഉണ്ട്. പക്ഷേ ഏറ്റവും കൂടുതൽ സംഘടിതമായിട്ട് ഇങ്ങനെയുള്ള ഒരു വ്യവസായം, ഇതൊരു വ്യവസായമാണ് അവരെ സംബന്ധിച്ചിടത്തോളം നടത്താൻ കഴിയുന്ന ഒരു പാർട്ടി എന്നുള്ളത് മാർക്സിസ്റ്റ് പാർട്ടിയാണ്. അപ്പോൾ ഇവിടെ സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ പാർട്ടിക്ക് നിയമസഭയിലേക്ക് സീറ്റ് കൊടുക്കാൻ കഴിയുന്നവരുടെ എണ്ണമുണ്ട്. അപ്പോൾ 140 ഘടകകക്ഷികൾക്ക് കൊടുത്തിട്ട് ബാക്കിയാണ്ട് 100ഓളം സീറ്റുകൾ അവർ എടുക്കുന്നു. അതിൽ 50, 60, 70 ഒക്കെ അവർ വിജയിക്കുന്നു. അങ്ങനെ വിജയിച്ചു വന്നു കഴിഞ്ഞാൽ 70 പേർക്ക് MLA സ്ഥാനം കിട്ടുന്നു, 30 പേർക്ക് അവർ പരാജയപ്പെടുന്നു, അവർക്ക് ഒന്നും കിട്ടുന്നില്ല. അപ്പോൾ അവരും ഇലക്ഷനിൽ പണിയെടുത്തവരാണ്. അതുകൂടാതെ അതാത് ജില്ലകളിലെ ഭാരവാഹികൾ, ഏരിയ കമ്മിറ്റികളിലെ ഭാരവാഹികൾ, അവിടെ ലോക്കൽ കമ്മിറ്റികൾ, ബ്രാഞ്ച് കമ്മിറ്റികൾ, ഇങ്ങനെ ഒരുപാട് തരത്തിൽ വലിയൊരു മെഷീനറി, അതായത് ഒരു വളരെ എണ്ണയിട്ട് അച്ചടക്കത്തോടെ നീങ്ങുന്ന ഒരു വലിയ മെഷീനറിയാണ് ഈ പാർട്ടി. അതുകൊണ്ടാണ് പലപ്പോഴും അതിൻ്റെ നേതാക്കന്മാർ, പ്രത്യേകിച്ച് നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പറയാറുള്ളത്, നിങ്ങൾക്ക് ഈ പാർട്ടിയെക്കുറിച്ച് ഒരു ചുക്കും അറിയില്ല എന്ന് പറയും. അപ്പോൾ അതിൻ്റെ സത്യം ഇതാണ്, അദ്ദേഹം പറഞ്ഞത് ശരിയാണ്. കാരണം ഒരു സർക്കാരിനേക്കാളും സംഘടിതമായിട്ട് കാര്യക്ഷമമായിട്ട് ഈ സംസ്ഥാനത്തെ സാമ്പത്തിക കാര്യങ്ങളിൽ ഇടപെടുക, നിയമപരമായി തന്നെ അല്ലെങ്കിൽ നിയമപരമായി എന്ന് തോന്നിക്കുന്ന വിധത്തിൽ കാര്യങ്ങളിൽ കൈകടത്തുക, അതുവഴി സമ്പാദ്യം ഉണ്ടാക്കുക, ആ സമ്പാദ്യങ്ങൾ തിരിച്ചുവിടുക, അങ്ങനെയുള്ള ഒരു വലിയ തന്ത്രം ഈ സംസ്ഥാനത്ത് നടക്കുന്നത് കൊണ്ട് പാർട്ടിക്ക് എപ്പോഴും ഒരു മേൽക്കോയ്മയുണ്ട്. അപ്പോൾ എന്തുകൊണ്ട് ഈ പാർട്ടി ഇത്ര പേര് സ്നേഹിക്കുന്നത്, നമ്മൾ അല്ലെങ്കിൽ പാർട്ടി ഇത്ര പേര് അനുയായികളുണ്ടോ, അംഗങ്ങളുണ്ടോ, അല്ലെങ്കിൽ ഇത്ര പേര് സ്നേഹിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ പാർട്ടിക്കാരോട് ചോദിച്ചു കഴിഞ്ഞാൽ പറയാതെ നമ്മുടെ ഒരു കുടുംബം പോലെയാണ്. പാർട്ടി അംഗങ്ങൾക്ക് എന്തെങ്കിലും ഒരു പ്രശ്നം വന്നാൽ, ഒരു മരണം, വിവാഹം, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു രോഗം ഒക്കെ വന്നു കഴിഞ്ഞാൽ പാർട്ടി അതിനകത്ത് ഇടപെടുന്നു, അവർക്ക് വേണ്ട സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നു പറയും. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇത് പാർട്ടി അംഗങ്ങൾക്കോ മാത്രമുള്ളതാണ്. അനുഭാവികൾക്ക് ഒക്കെ എന്ന് പറയുന്നത് അതിൻ്റെ അടുത്ത രീതിയിലുള്ള സഹായങ്ങൾ ലഭിക്കും. അപ്പോൾ എൻ്റെ കുടുംബത്തിൽ ഞാനിപ്പോൾ പാർട്ടിയുടെ ഒരു പ്രവർത്തകനാണ്, അല്ലെങ്കിൽ ഒരു ഭാരവാഹിയാണ്, ഫുൾ ടൈം പ്രവർത്തകനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ പാർട്ടിയുടെ ഒരു കാഴ്ചപ്പാടെന്ന് പറയുന്നത് ഞാൻ പാർട്ടിക്ക് വേണ്ടി ഫുൾ ടൈം പ്രവർത്തിക്കുന്നു, 24 മണിക്കൂറെന്ന കണക്കിൽ പ്രവർത്തിക്കുന്നു, ഊണിലും ഉറക്കത്തിലും ഒക്കെ പാർട്ടിയുടെ പ്രവർത്തനമാണ്. അപ്പോൾ അങ്ങനെ പ്രവർത്തിക്കുന്ന ഒരാളിന് ജീവിക്കണ്ടേ. അപ്പോൾ എൻ്റെ മകന് ഒരു ജോലി കൊടുക്കണം, പാർട്ടി തീരുമാനിക്കുകയാണ്. നമുക്ക് തോന്നുന്ന ന്യായമാണ്. ഒരു പ്രസ്ഥാനത്തിന് വേണ്ടിയിട്ട് രാപകൽ അധ്വാനിക്കുന്ന ഒരാളുടെ കുടുംബം സംരക്ഷിക്കപ്പെടണം. അപ്പോൾ ഒന്നെങ്കിൽ മകൾക്കോ മകനോ കോപ്പറേറ്റീവ് ബാങ്കിൽ അല്ലെങ്കിൽ അതുപോലെ ഒരു സ്ഥാപനത്തിൽ ജോലി കൊടുക്കുന്നു. നമുക്കറിയാം ഒരുപാട് ഡിസ്കെന്നും എഡിറ്റെന്നും എന്ന് പറഞ്ഞിട്ട് ചേർത്ത് ഒരുപാട് സ്ഥാപനങ്ങളുണ്ട്. ഇതൊന്നും കാര്യമായ പ്രവർത്തനം ഉള്ളതല്ല, അല്ലെങ്കിൽ ആ പ്രവർത്തനം എന്ന് പറയുന്നത് ഒരു മറയാണ്.
അല്ലാതെ തന്നെ നമുക്ക് ഒരുപാട് ഡിപ്പാർട്ട്മെൻറ്റുകളുണ്ട്. ആ ഡിപ്പാർട്ട്മെൻറ്റുകൾ ചെയ്യാവുന്ന കാര്യങ്ങളൊക്കെ കുറച്ച് ഒരു ബ്രാഞ്ചുകൾ ഉണ്ടാക്കുക, പിന്നെ കമ്മിറ്റികൾ ഉണ്ടാക്കുക, ഒക്കെ അങ്ങനെ പ്രവർത്തനത്തിൻ്റെ ഒന്ന് വഴിതിരിച്ചുകൂടെ, കുറച്ച് കൂടുതൽ തൊഴിലവസരങ്ങൾ ഉണ്ടാക്കുക. അപ്പോൾ അവിടെ ചെയ്യേണ്ടത് ഇതാണ് നമ്മുടെ എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ച് വഴി. അതായത് പിള്ളേർ പഠിച്ച് പിന്നെ സർട്ടിഫിക്കറ്റൊക്കെ നേടുന്നു, ആ സർട്ടിഫിക്കറ്റുമായിട്ട് എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ച് ചെല്ലുന്നു, അവിടെ പേര് രജിസ്റ്റർ ചെയ്യുന്നു, അവിടെ ഒരു ക്രമ നമ്പറുണ്ട്, ഒരു സീനിയോറിറ്റി ലിസ്റ്റുണ്ട്, പിന്നെ അതുകൂടെ പ്രൊഫഷണൽ എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ച് ഉണ്ട്. അത് നമ്മൾ അറിയാം, പ്രൊഫഷണലായിട്ട് ITയോ അല്ലെങ്കിൽ ഡിപ്ലോമയോ അല്ലെങ്കിൽ ഡിഗ്രിയോ അങ്ങനെയൊക്കെയുള്ള ഇത് രംഗത്ത് പ്രൊഫഷണൽ വിദ്യാഭ്യാസം നേടിയവരുടെ അവർക്ക് വേറൊരു എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ച് ഉണ്ട്. ആ കേന്ദ്രത്തിനും സംസ്ഥാനത്തിനുണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ ഇതൊക്കെ നിലനിൽക്കെ ഇവിടെ ഒന്നും ഈ ലിസ്റ്റിൽ നിന്നും ആരും എടുക്കുന്നില്ല. പെട്ടെന്ന് ഒരു അത്യാവശ്യം, അതെന്ന് വെച്ചാൽ ഒരു സ്ഥാപനത്തിലേക്ക് 10 പേരെ ആവശ്യമുണ്ടെന്ന് അങ്ങോട്ട് സ്ഥാപിക്കുക. ആ 10 പേരെ പെട്ടെന്ന് ഒരു ലിസ്റ്റിൽ നിന്ന് തട്ടിക്കൂട്ടിയെടുക്കുന്നത്. ആ ലിസ്റ്റ് എന്ന് പറയുന്നത് ഈ എംപ്ലോയ്മെൻറ്റ് ചെയ്യുന്നോ അല്ലെങ്കിൽ ഒരു എസ്റ്റാബ്ലിഷ്ഡ് രീതിയിലുള്ളതല്ല. അപ്പോൾ അത് ആരെങ്കിലും ചോദ്യം ചെയ്താൽ അത് പെട്ടെന്നൊരു അടിയന്തരമായ ഒരു ആവശ്യത്തിന് പണി മുടക്കാൻ പോകും. നമുക്ക് 10 പേരെ പെട്ടെന്നൊരു ദിവസം ആവശ്യമുണ്ട്. അപ്പോൾ അത് എംപ്ലോയ്മെൻറ്റിൻ്റെ അവിടെ പോയി അവിടുത്തെ നടപടിക്രമങ്ങളെല്ലാം പാലിച്ച് ഒരു മാസം കഴിഞ്ഞ് കിട്ടിയാൽ പോരാ, നാളെ ചെയ്യേണ്ട പണിയാണ്. അപ്പോൾ നാളത്തേക്ക് ആവശ്യമുള്ള 10 പേരെ അടിയന്തരമായിട്ട് അവരെടുക്കുകയാണ്. എടുത്തു കഴിഞ്ഞാൽ ഈ 10 പേര് താൽക്കാലിക ജീവനക്കാരാണ്. അവരവിടെ കുറേ നാളിങ്ങനെ നിൽക്കുന്നു. അതെല്ലാം നമ്മുടെ ചട്ടങ്ങളനുസരിച്ച് അവരെ ഇടയ്ക്ക് കുറച്ച് ദിവസം കഴിയുമ്പോഴത്തേക്ക് ഒന്ന് പിരിച്ചു വിടുന്നതായിട്ട് കാണിക്കുന്നു. വീണ്ടും പിറ്റേ ദിവസം അവരെ അവിടെ ചേർക്കുന്നു. അങ്ങനെ ഒരു 1-2 വർഷം അല്ലെങ്കിൽ 2-4 വർഷമോ കഴിയുമ്പോഴത്തേക്ക് മന്ത്രിസഭ ഒരു തീരുമാനം എടുക്കുകയാണ്. 5 വർഷമായിട്ട് ഇന്ന സ്ഥാപനത്തിൽ തുടർച്ചയായിട്ട് ജോലി ചെയ്യുന്ന 10 പേരെ സ്ഥിരപ്പെടുത്താൻ തീരുമാനിക്കും. മന്ത്രിസഭാ തീരുമാനമാണ്, നമ്മുടെ ഭരണഘടനയ്ക്ക് കൃത്യമായിട്ടുള്ളിലുള്ളതാണ്. അതിനെ നമുക്ക് ചോദ്യം ചെയ്യാൻ ഒക്കെയില്ല. അല്ലെങ്കിൽ ചോദ്യം ചെയ്യണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വർഷങ്ങളോളം നീണ്ടു നിൽക്കുന്ന ഒരു നിയമ പ്രക്രിയ. അതിനൊക്കെ സാധാരണ മനുഷ്യന് പോകാനാവില്ല. അപ്പോൾ ഇങ്ങനെ പാർട്ടിയുടെ കെയർ ഓഫിൽ ജോലി കിട്ടിയിട്ടുള്ള ആളുകളും അവരുടെ കുടുംബങ്ങൾക്കും ഈ പാർട്ടിയിൽ നിന്ന് മാറാൻ ഒക്കുകയില്ല. പാർട്ടിയെ സപ്പോർട്ട് ചെയ്തേ ഒക്കുകയുള്ളൂ. കാരണം അതൊരു നിലനിൽപ്പിൻ്റെ പ്രശ്നമാണ്. പാർട്ടിയുടെ തത്വമോ അല്ലെങ്കിൽ പ്രത്യയശാസ്ത്രമോ ഒന്നും അതൊരു വിഷയമല്ല. അപ്പം പാർട്ടിക്കാർ മെറ്റീരിയലിസ്റ്റാണ്, അതായത് ഭൗതികവാദികളാണെന്നാണ് സങ്കല്പമെങ്കിലും അവർ എല്ലാവരും ഒന്നുമല്ല, ഈശ്വരവിശ്വാസികളാണ്. മിക്കവാറും ഇരിക്കുന്ന 90% പേര് ഈശ്വരവിശ്വാസികളാണ്. അപ്പോൾ നമ്മുടെ പ്രശ്നം എന്ന് പറയുന്നത്, നമ്മുടെ നാട്ടിലെ ചെറുപ്പക്കാർക്ക് എല്ലാവർക്കും ജോലി കിട്ടണം, അവർക്ക് വരുമാനം ഉണ്ടാകണം. പക്ഷേ ഒരു വിഭാഗത്തിന് മാത്രമായിട്ട് അല്ലെങ്കിൽ പൊതു സമ്പത്തിനെ ഒരു പാർട്ടി കൈയടക്കി അവരുടെ ചാനലിലൂടെ തിരിച്ചുവിട്ടിട്ട് അവരെ പിന്തുണയ്ക്കുന്ന ആളുകൾക്ക് മാത്രമായിട്ട് കൊടുക്കുക എന്ന് പറയുമ്പം അത് ജനാധിപത്യത്തിന് വിരുദ്ധമാണ്. അതാണ് നമ്മുടെ പ്രശ്നം. അത് ഏതെങ്കിലും ഒരു കുട്ടി, എല്ലാ കുട്ടികളും എല്ലാ ചെറുപ്പക്കാരും നമുക്ക് ഒരുപോലെയാണ്. പാർട്ടി അനുഭാവിയുടെ മകനെന്നോ അല്ലെങ്കിൽ കോൺഗ്രസ്സുകാരൻ്റെ മകനെന്നോ ഒന്നുമല്ല. എല്ലാവരും ഇവിടെ നാട്ടിൽ ജീവിക്കേണ്ടവരാണ്. അവർക്കെല്ലാം ജീവിതാവശ്യമുള്ളവരാണ്, ജീവിതത്തിൽ സെറ്റിൽ ആവേണ്ടവരാണ്. അപ്പോൾ ഈ ഒരു മാനിപ്പുലേഷൻ പാർട്ടിയുടെ തലത്തിലുള്ള ഇതിനെയാണ് നമുക്ക് ചോദ്യം ചെയ്യപ്പെടുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഇത് പുറത്തു വരണം, സാധാരണ ആളുകൾ ഇത് മനസ്സിലാക്കണം. അല്ലാണ്ട് കൊടിയും പിടിച്ചോണ്ട് 100 പേര് പോകുന്നു, അല്ലെങ്കിൽ 1000 പേര് കൊടിയും പിടിച്ചോണ്ട് പോകുമ്പോൾ എല്ലാവരും 1000 പേരും ആ പാർട്ടിയുടെ ആൾക്കാരാണെന്ന് നമ്മൾ തെറ്റിദ്ധരിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ട്രൂത്ത്, ഈ ഒരു യാഥാർത്ഥ്യം നമ്മൾ മനസ്സിലാക്കിയാൽ മാത്രമേ നമ്മുടെ ജനാധിപത്യവും നമ്മുടെ ഭരണഘടനയും നിലനിൽപ്പുണ്ടാവുകയുള്ളൂ, നമ്മുടെ നാട്ടിൽ സമാധാനം ഉണ്ടാവുകയുള്ളൂ. ഇതേക്കുറിച്ച് കൂടുതലായിട്ട് നിങ്ങളുമായിട്ട് സംസാരിക്കുന്നതായിരിക്കും. ഏവർക്കും നന്ദി, നമസ്കാരം.